മുനമ്പത്ത് പക്ഷേ മനുഷ്യർക്ക് ഇക്കുറി ക്രിസ്മസ് ആഘോഷങ്ങളില്ല. നമുക്ക് ലേബി സജീന്ദ്രനോട് തന്നെ ചോദിക്കാം. ലേബി, മെറി ക്രിസ്മസ് ടു യു. മുനമ്പത്തുകാർക്ക് ഹാപ്പി ക്രിസ്മസ് ഇല്ല, അവർക്ക് ആശങ്കയുടെ ദിനങ്ങളാണ്. എങ്കിലും റിപ്പോർട്ടർ ടിവിയുടെ വക ക്രിസ്മസ് ആശംസകളൊക്കെ അവരോട് പറയൂ. എന്താണ് അവരുടെ ആശങ്ക? അവർ ഈ ക്രിസ്മസ് ദിനത്തിലും സമരം തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. കമ്മീഷൻ്റെ ശുപാർശകൾ കോടതികൾക്ക് ബൈൻഡിങ് അല്ല. അന്തിമമായിട്ട് വഖഫ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട വഖഫ് ട്രൈബ്യൂണലും കോടതികളുമാണ്, ഹയർ കോടതികളുമാണ്. അന്തിമമായിട്ട് കോടതി വിധികൾ ജനങ്ങൾക്കെതിരാകുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം പരിഗണിക്കാം. കമ്മീഷന് എന്തെല്ലാം ശുപാർശ ചെയ്യുന്നുള്ള കാര്യം കേസുവാദം കഴിഞ്ഞ് എല്ലാവരെയും കേട്ട് കഴിഞ്ഞ് പരിഗണനാ വിഷയങ്ങൾ പരിഗണിച്ച് അതനുസരിച്ച് ശുപാർശകൾ ചെയ്യും. തീർച്ചയായിട്ടും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണല്ലോ ഗവൺമെൻറ് കമ്മീഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ കമ്മീഷനും ഗവൺമെൻറ്റും ഒരേ ഒബ്ജക്റ്റീവാണ്, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളത്. അപ്പോൾ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാമെന്നാണ് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത്. അത് ഗവൺമെൻറ് അതാണ് വേണ്ടത്. ഗവൺമെൻറ്റാണ് അൾട്ടിമേറ്റായിട്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്. ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ശുപാർശ എന്തെങ്കിലും ഉണ്ട്? തീർച്ചയായിട്ടും. മുനമ്പത്തെ മനുഷ്യർ മുനമ്പത്തെ മനുഷ്യർക്ക് ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതൊരു ക്രിസ്മസ് സന്ദേശം തന്നെയാണ് അവർക്കുള്ളതായി അദ്ദേഹം പറയുന്നത്. മുനമ്പത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ശുപാർശ തീർച്ചയായും താൻ സമർപ്പിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. ഇത് സ്വാഭാവികമായും അവർക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യവും ആയിരിക്കും. അതുപോലെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന ഒരു നിയമവശം കൂടി ഇതിലുണ്ട്. ഒരു ജുഡീഷ്യൽ കമ്മീഷന് ശുപാർശ ചെയ്യാൻ മാത്രമുള്ള അധികാരമാണ് ഉള്ളത് സംസ്ഥാന സർക്കാരിന്. അതേസമയം അതിൻ്റെ അന്തിമമായ തീരുമാനം കൈക്കൊള്ളുക വഖഫ് ട്രിബ്യൂണലും അതുപോലെ തന്നെ കോടതിയുമായിരിക്കും. ഏതെങ്കിലും രീതിയിൽ കോടതി വിധി എതിരാകുന്ന സാഹചര്യം വന്നാലും മുനമ്പത്തെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. സംസ്ഥാന സർക്കാരിന് നിയമം കൊണ്ടുവരാനുള്ള ഒരു അധികാരമുണ്ട്. അതവർ ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ് ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യാശയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഏതായാലും നിയമനിർമ്മാണം സംസ്ഥാന സർക്കാരിന് കൊണ്ടുവരാം. ഏതെങ്കിലും രീതിയിലുള്ള കോടതി വിധി എതിരായി പോയിട്ടുണ്ടെങ്കിലും അത് പെടാനില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. അപ്പോഴും ഓർക്കേണ്ടതുണ്ട് ഡോക്ടർ അരുൺ, ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്ന ഒരു സ്ഥലമാണ് ചെറായി ബീച്ച്. ഒരുപക്ഷെ ഫോർട്ട് കൊച്ചി കഴിഞ്ഞാൽ കൊച്ചിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലമാണ് ചെറായി ബീച്ച്. ഈ ചെറായി ബീച്ചിനോട് ചേർന്നാണ് ഇപ്പോൾ മുനമ്പം സമരപന്തൽ പ്രവർത്തിക്കുന്നത്. ഈ മുനമ്പത്തുകാർക്ക് ചെറായിക്കാർക്ക് ഒന്നും ഇക്കുറി ക്രിസ്മസ് ഇല്ല. ഇന്ന് 75ാം ദിവസം നിരാഹാര സമരം തുടരുമ്പോൾ ഇന്നത്തെ ക്രിസ്മസ് ദിനത്തിൽ മുഴുവൻ ആഘോഷങ്ങളും മുഴുവൻ സന്തോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മുനമ്പം നിവാസികൾ ഒന്നാകെ സമരപന്തലിലെത്തി 10 മണി മുതൽ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. ഇതുവരെ റിലേ നിരാഹാര സമരം 15 പേരാണ് അനുഷ്ഠിച്ചു വന്നത്. ഇന്ന് 75ാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ക്രിസ്മസ് വന്നണയുമ്പോൾ ഇന്ന് മുഴുവൻ ആളുകളും ഈ 609 കുടുംബവും അതിലെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും എത്തി ഇവിടെ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. 2 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഴുവൻ കോൺഗ്രസ് MLA-മാരും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളും ജനപ്രതിനിധികളുമായി അവിടെ എത്തുന്നുണ്ട് സമരപന്തലിലേക്ക്. ഏതായാലും മുനമ്പത്തുകാരെ സംബന്ധിച്ചിടത്തോളം 75ാം ദിവസത്തിലേക്ക് നിരാഹാരം കടക്കുമ്പോൾ ഏറ്റവും ഒട്ടും സുഖകരമല്ലാത്തൊരു ക്രിസ്മസ്, ഏറ്റവും സങ്കടം പകരുന്ന ക്രിസ്മസാണ്. അതിന് ആശ്വാസം പകരാൻ ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ഈ പ്രതികരണത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ ശുപാർശ അവർക്ക് ഗുണകരമാകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. ഡോക്ടർ അരുൺ. തീർച്ചയായിട്ടും ലേബി, എന്തായാലും CN രാമചന്ദ്രൻ നായരുടെ വാക്കുകൾ മുനമ്പത്തുകാർക്ക് ലഭിക്കാവുന്ന ഈ ക്രിസ്മസിലെ ഏറ്റവും ആശ്വാസകരമായ വചനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.